സുഹൃത്തുക്കളെ, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ രക്ഷിതാക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ജോലിക്ക് പോയാലേ അരിയുടെയും പരിപ്പിന്റെയും ഒക്കെ വില അറിയാൻ പറ്റൂ എന്ന്. അരിയുടെയും പരിപ്പിന്റെയും വില അറിയാനാണെങ്കിൽ നമ്മൾ എന്തിനാ വെറുതെ വൈകിപ്പിക്കുന്നത്? പെട്ടെന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ക്ഷണിക്കാം കർണാടകയിലെ ഹാസനിൽ നിന്നും മൈത്രി, ഒപ്പം അവരുടെ കൂടെയുള്ള ഐഡിയ ബസ് ബാംഗ്ലൂരിൽ നിന്നുള്ള അപൂർവ്. വെൽക്കം വെൽക്കം മൈത്രി ആൻഡ് അപൂർവ്. ആർ യു ഗൈസ് റെഡി ഫോർ യുവർ പിച്ച്? യെസ്. നിങ്ങൾ ഇതിന് മുന്നേ എപ്പോഴെങ്കിലും പിച്ച് ചെയ്തിട്ടുണ്ടോ? യെസ്, ഓൾമോസ്റ്റ് എവറി ഡേ. അപ്പോൾ ഇവർ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഗുഡ് ലക്ക്. നിങ്ങൾ തയ്യാറായിരിക്കൂ. ഗുഡ് ലക്ക്. Thank you. ഹലോ, ഐ എം മൈത്രി I'm Apurv. ആൻഡ് വി ആർ ഫ്രം ഗാർഡൻ സിറ്റി, ബാംഗ്ലൂരു. ടൈറ്റൻസ്, ഞങ്ങളൊരു സിമ്പിൾ ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സർവേ ചെയ്തിട്ടുണ്ട്. 1000 ഇന്ത്യൻ സ്റ്റുഡൻസിനെ വെച്ചാണ്. അതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾക്ക് എത്ര പോക്കറ്റ് മണി വേണമെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസ് എന്താണെന്ന് വെച്ചാ, ശ്രേയ വെറും 20,000 റുപ്പീസ് പെർ മന്ത്. പുതിയ ഫാഷന്റെ ട്രെൻഡ് ഒന്നും മിസ്സാവരുത്. വേറൊരാള്, എനിക്ക് റീൽസ് എടുക്കാൻ വേണ്ടി മാത്രം 15,000 രൂപ ചിലവ് വരുന്നുണ്ട്. പിന്നെ രോഹന് 10,000 രൂപ ജിമ്മിലേക്കും 5,000 രൂപ വേ പ്രോട്ടീനും. പിന്നെ അനിയന് 5,000 രൂപ വേറെ ഹാർട്ട് ബ്രേക്കിംഗ് റിക്കവറി. These are the same students to build the startup, invest in crypto, becoming influencer, track UPSC and still have money for the Panipuri days. എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ആയി തീരണമെന്നുള്ള മോട്ടിവേഷൻ ഞങ്ങൾക്കുള്ളിലുണ്ട്. ഐഡിയ ബസ് കണ്ടിട്ട് ഞങ്ങളുടെ സമയം എപ്പോ വരുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പ്രശ്നം എന്താണ്? പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, വർക്ക് ചെയ്യുന്നത് ഫുൾ ടൈം എംപ്ലോയീസിനെ പോലെയും പക്ഷെ ട്രീറ്റ് ചെയ്യപ്പെടുന്നതോ ഇന്റേൺസിനെ പോലെയുമാണ്. കോളേജിൽ പഠിപ്പിക്കുന്നത് ആദ്യം പഠിക്കൂ പിന്നെ സമ്പാദിക്കുന്ന. പിന്നെ എംപ്ലോയേഴ്സ് പറയുന്നു ജോലി ചെയ്താലല്ലേ സമ്പാദിക്കാൻ പറ്റൂന്ന്. ആ ജോലി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആദ്യം എക്സ്പീരിയൻസ് വേണ്ടേ? ആ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി വേണം. ഒരുപക്ഷെ നിങ്ങൾ പഠിക്കുമ്പോ തന്നെ ജോലി ചെയ്താ അപ്പോഴും പറയും നിങ്ങൾ വെറും സ്റ്റുഡന്റ് അല്ലേ എന്ന്. ചേട്ടാ, അവൻ സ്റ്റുഡന്റ് ആണെങ്കിൽ എന്താ ജോലി ചെയ്യുന്നില്ലേ? ടാലന്റ് ഉണ്ട് പക്ഷെ പ്ലാറ്റ്ഫോം ഇല്ല. സ്കില്ലുണ്ട് പക്ഷെ ഗിഗ്സ് കിട്ടുന്നില്ല. സഹോദര, കാം ഡൗൺ, റിലാക്സ്. ഇത് ഇദ്ദേഹത്തിന്റെ മാത്രം റാൻഡ് അല്ല, എല്ലാ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ റാൻഡ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ടിംബക്ടു. വെസ്റ്റിലല്ലേ ഇത് കോമൺ ആണ്. സ്റ്റുഡൻസ് ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു, പഠിച്ചുകൊണ്ട് തന്നെ അവരുടെ ജീവിതവും നോക്കുന്നു. ഇന്ത്യയിൽ ഗിഗ് വേർഡ്സ് ചോദിച്ചതും അരിജിത് സിംഗിന്റെ പുതിയ കോൺസെപ്റ്റ് നടക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ആക്ച്വലി ഗിഗിന്റെ അർത്ഥം എന്താണ്? ഷോർട്ട് ടൈം, സ്കിൽ ബേസ്ഡ്, പാർട്ട് ടൈം, ബട്ട് പെയ്ഡ്. Timbuktu exactly offers that: real work, real money, real experience, editing, content creation, pet walking, home tutor. എന്തൊക്കെ അറിയാമോ അത് വെച്ച് കാശ് സമ്പാദിക്കാം. ഇപ്പോ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് തന്നെ സമ്പാദിക്കാം. ഒരു പുതിയ ഭാരതത്തിനെ രൂപപ്പെടുത്താൻ. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ ആസ്കിംഗ് പ്രൈസ് 1 crore rupees for 2.3% equity for our company Timbuktu. സോ ടൈറ്റൻസ്, നിങ്ങൾ തയ്യാറാണോ? ഓരോ ഇന്ത്യൻ കുട്ടികളും സെൽഫ് റിലയന്റ് പിന്നെ ഇൻഡസ്ട്രി റെഡിയാക്കാൻ പിച്ച് തയ്യാറാണ്. വളരെ ഗംഭീരമായിരുന്നു. കിടിലൻ പെർഫോമൻസ് എന്ന് തന്നെ പറയാം. Thank you all. മൈത്രി, നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ഞാൻ ടിംബക്ടു 2022 സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് 2023 ഈ ബിസിനസ് തീർച്ചയായിട്ടും വെഞ്ചർ സൈസ് ബിസിനസ് ആവുമെന്ന് വിശ്വാസം വന്നു. അതിനുശേഷം ഞങ്ങൾക്ക് സീഡ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായി. ഞങ്ങൾക്കൊരു കോ ഫൗണ്ടർ വേണമെന്ന് അവരോട് ഡിസ്കസ് ചെയ്തു. സോ അവരാണ് അപൂർവിനെ പറ്റി പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ CV പഠിച്ചതിന് ശേഷമാണ് എനിക്ക് വിശ്വാസം വന്നത്. എന്നെക്കാൾ ഇദ്ദേഹത്തിന് കഴിവുകളുണ്ടെന്ന് തോന്നി. അതിരിക്കട്ടെ, നിങ്ങളുടെ CV കുറിച്ചൊന്ന് പറയൂ. ഞാൻ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്, ബാംഗ്ലൂരിലെ BMS കോളേജിൽ നിന്ന്. പിന്നെ എന്റെ MBA ഗ്രാജുവേഷൻ ചെയ്തത് TFI മാനേജ്മെന്റിൽ നിന്നാണ്. ശേഷം ഞാൻ 3 സ്റ്റാർട്ടപ്പ് കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇൻ കാറ്റഗറി മാനേജ്മെന്റ് ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് റോൾസ്. ഞങ്ങൾ കണ്ടുമുട്ടിയ സ്റ്റോറി പോലും വളരെ ഇൻട്രസ്റ്റിംഗ് ആ. ഞങ്ങൾ ഇതിനെക്കുറിച്ച് 3 മണിക്കൂർ സംസാരിച്ചു. അതൊരു കോഫി ഷോപ്പിൽ. അതിനുശേഷം ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? ഷീ സെഡ്, യു നോ വാട്ട്, ഞാൻ ആദ്യം നിന്റെ വൈഫിനെ ഒന്ന് കാണട്ടെ എന്ന്. പിന്നെ ഞങ്ങളുടെ അടുത്ത മീറ്റിംഗിന് എന്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവര് രണ്ടുപേരും നല്ല സുഹൃത്തുക്കളുമായി. എന്നിട്ട് എന്നെ കളിയാക്കി ലാസ്റ്റ് കോ ഫൗണ്ടറും ആക്കി. അത് ഞാൻ പറയാം. എനിക്ക് വർക്ക് പ്ലേസിൽ ഹാർമോണിയുടെ ആവശ്യം വന്നു. ബിക്കോസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു 10-12 മണിക്കൂറിന്റെ വർക്കുകൾ ഉണ്ടായിരുന്നു. ഒരുമിച്ച് ട്രാവലിംഗും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഷീ ബീങ് ഇൻ കംഫർട്ടബിൾ സോൺ വിത്ത് മീ ഓൾസോ ഇമ്പോർട്ടന്റ് ഫോർ മീ. ടൈറ്റൻസ്, അപ്പോ ബാക്കിയുള്ള ബിസിനസ് ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്. ലെറ്റ്സ് സീ വാട്ട് ദേ ഗെറ്റ്.
ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് റിയാലിറ്റിയിൽ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും? ഐഡിയ നന്നായിട്ടുണ്ട്. ആക്ച്വലി സർവേക്ക് ശേഷം ഞങ്ങൾക്ക് ഡേറ്റ കിട്ടിയിരുന്നില്ലേ, അതിന് അക്കോർഡിംഗ്ലി ഞങ്ങൾ ഡിസൈൻ ചെയ്തിരുന്നു. സോ ദിസ് ഇസ് ആർ ആപ്പ് ടു ബേസിക്കലി യു വിൽ സൈൻ അപ്പ് എനി അതർ ബേസിക് ഡീറ്റെയിൽസ്. ഇങ്ങനെ സ്റ്റുഡൻസ് സൈൻ അപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ഇമ്പോർട്ടന്റ് സ്റ്റേജ് വരും വേർ ദേ വിൽ ക്രിയേറ്റ് പ്രൊഫൈൽസ്. സോ ദേ വിൽ റൈറ്റ് മേജർലി അബൌട്ട് ദ സ്കിൽ, ജോബ് പ്രിഫറൻസ്, കാറ്റഗറി സ്കിൽസ്. ഇവിടെ അതെല്ലാം കൊടുത്തിരിക്കും. ഇതിൽ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ജോലി ചെയ്യാം. ഇത് ലോജിക്കലി കോളേജിനാണ്, കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയാണ്. ഓൺലി കോളേജ്. ഇതിൽ ഫീസും അടയ്ക്കേണ്ട, സബ്സ്ക്രിപ്ഷൻ എമൗണ്ടും അടയ്ക്കേണ്ട, എല്ലാം ഫ്രീ ആണ്. ഒരു കാര്യത്തിന് മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. ഇറ്റ്സ് ദ ടൈം ടു സെറ്റ് ദ പ്രൊഫൈൽ അപ്പ്. 3 കാര്യങ്ങൾ: നിങ്ങൾ എവിടെയാണുള്ളത്, നിങ്ങളുടെ അടുത്ത് എത്ര സമയമുണ്ട്, പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ സ്കില്ലുകളാണുള്ളത്, ഏത് കാര്യത്തിലാണ് ഇൻട്രസ്റ്റ് ഉള്ളതെന്നും പറയണം. എംപ്ലോയീസിന് അലേർട്ട് പോകും, മൈത്രീസ് അപ്ലൈ ഫോർ സോ ആൻഡ് സോ ജോബ്. ദെൻ ഹി ഓർ ഷീ ക്യാൻ ടോക്ക് ടു മീ. ഇഫ് ടോക്ക് വി ആർ ഇൻ ലൈവ്, they will there click on offer. if at all offer നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ you will get on its offer. അതിനുശേഷം നിങ്ങൾക്ക് ഓഫർ ലെറ്ററും കിട്ടും. മോർ ഓഫ് എ കോൺട്രാക്ട്. ഈ മോഡ്യൂലറിൽ നിങ്ങൾ പണം എങ്ങനെയാണ് സമ്പാദിക്കുന്നത്? ഞങ്ങൾക്ക് ഇതിൽ 3 റവന്യൂ മോഡൽസ് ഉണ്ട്. ഒന്ന് ഈ ഇരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ മോഡൽ. വി കോൾ ഇറ്റ് ദ സബ്സ്ക്രിപ്ഷൻ. ബേസിക്കലി അത് ലീഡ്സിനെ ബേസ് ചെയ്താണ് വരുന്നത്. നിങ്ങൾ തരുന്ന ലീഡ്സ് ഉപയോഗിച്ച് ഞങ്ങൾ അതിൽ കാശ് സമ്പാദിക്കും. അടുത്തതായുള്ളത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഏതെങ്കിലും ഡീൽസിൽ ക്ലിക്ക് ചെയ്ത് അതിന്റെ പ്രോമോ കോഡ് എടുത്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കമ്മീഷൻ ഓൺ സെയിൽസ് കിട്ടും. ആൻഡ് ദ തേർഡ് വൺ, ഞങ്ങളുടെ കയ്യിൽ വളരെ സ്ട്രോങ് ആയുള്ള ഒരു സെറ്റ് ഓഫ് ക്യാമ്പസ് അംബാസിഡേഴ്സ് ഉണ്ട്. അവർ ഇതിനെ ക്യാമ്പസിലേക്ക് കൊണ്ടുപോയി എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യും. ആൻഡ് ഞങ്ങൾ അവർക്ക് ക്യാമ്പസ് ഗിഗ്സ് കൊടുക്കും. ഐ സേ. നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ എത്ര പേരുണ്ട്? മാം, വി ഹാവ് 2,04,500 registered users, student users, and we have Very good. a good number. And we have 1,600 registered recruiters with us big numbers. on the platform. ബിഗ് നമ്പർ. എന്താണ് നിങ്ങളുടെ റവന്യൂ? Last year we did a revenue of 15 lakhs. ഈ ക്വാർട്ടറിൽ ഒരു 15 lakhs റവന്യൂ ജനറേറ്റ് ചെയ്തു. അതിൽ 7 lakhs മന്ത്ലി റൺ റേറ്റാ. അടുത്ത 8 മാസങ്ങളിൽ we want to be a 60 to 70 lakh monthly run rate of revenue. സോ 10 മടങ്ങ് റവന്യൂ ഇൻക്രീസ് ചെയ്യണം. അതെ സർ. എത്ര ആളുകളെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? സർ, ഓൺ ദ പ്ലാറ്റ്ഫോം 7,400 ഹാവ് ഗോട്ട് ജോബ്സ്? അതെ സർ, Yes. ജോലി ഓക്കെ. കിട്ടിയിട്ടുണ്ട്. ആവറേജ് ഗിഗിന്റെ Monthly മന്ത്ലി റെമ്യൂണറേഷൻ എത്രയാണ്? ബിറ്റ്വീൻ 7 to 10,000 സർ. ഓക്കെ. ആവറേജ് എടുത്ത ഒരു 8,000. ഞങ്ങളുടെ ലാസ്റ്റ് മന്തിലെ ടോപ്പ് ലൈൻ 1.2 CR ആണ്. ലാസ്റ്റ് മന്ത് അലോൺ ദാറ്റ് വാസ് ദ ഏർണിംഗ് ഓപ്പർച്യൂണിറ്റി ദാറ്റ് വാസ് ക്രിയേറ്റഡ് ഓൺ പ്ലാറ്റ്ഫോം. വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്കിനി നമ്മുടെ മാർക്കറ്റ് നിങ്ങളെ പറ്റി എന്തു പറയുന്നു എന്ന് നോക്കാം. ഇവരുടെ ടാർഗറ്റ് ഓഡിയൻസ് നമ്മുടെ കൂടെയാണ്. വോട്ടിംഗ് മീറ്റേഴ്സ്. അതെ, ഇവിടെ ശ്രദ്ധിക്കേ. നിങ്ങൾ ഡൗൺലോഡൊക്കെ പിന്നെ ചെയ്തു, ആദ്യം വോട്ട് ചെയ്യുന്നേ. കണ്ടിട്ട് ഇപ്പോഴേ ഗിഗ് തരുവാണെന്നാ തോന്നുന്നത്. യെസ് ഓർ നോ നിങ്ങളുടെ കയ്യിലാണ്. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണോ അല്ലയോ എന്ന അഭിപ്രായം രേഖപ്പെടുത്തൂ. എനിക്ക് കരച്ചിൽ വരുന്നത് പോലുണ്ട്. ഡോണ്ട് വറി, 200% വരെ അത് പോകും. താങ്ക് യു. Wow. 92%. താങ്ക് യു. Thank you so Sir, much. 92% ആളുകൾക്കും ഈ പ്രോഡക്റ്റ് ആവശ്യമുണ്ട് എന്നാണ് തോന്നുന്നത്. നിങ്ങൾ തന്നെ പറയൂ, നിങ്ങൾക്ക് ഇവരോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ് ഗിഗ് എടുത്താ അവർക്ക് പേയ്മെന്റ് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? താങ്ക് യു. ദിസ് ഇസ് എക്സാക്ട്ലി ടിംബക്ടു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിന് കാരണം ഞങ്ങൾ ഓർബിറ്റ് റേറ്റഡ് ആണ്. ഒരുപക്ഷെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ എംപ്ലോയിയുടെയും സ്റ്റുഡൻസിന്റെയും സൈഡിൽ നിന്ന് ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ട്. ഹെൽപ്പ് ലൈൻ ഞങ്ങൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, 3 പ്രാവശ്യം കോൾ ചെയ്ത് ആരും എടുത്തില്ലെങ്കിൽ അപൂർവവും ഞാനും എടുക്കും. ഇഫ് നിങ്ങൾ 80% വരെ ജോലി ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഞങ്ങൾ നിങ്ങൾക്ക് പേയ്മെന്റ് തരും. ഞങ്ങളുടെ ടോട്ടൽ ആനുവൽ ബഡ്ജറ്റിൽ നിന്നും 2% എമർജൻസി ഫണ്ടിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. എന്റെ സമയത്തൊക്കെ ടിംബർഡും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് കാശ് സമ്പാദിച്ചേനെ. വെരി പ്രദീപ് നൈസ്. സാർ വളരെയധികം സ്കാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഞാൻ സ്കാമിൽ നിന്ന് രക്ഷപ്പെട്ട് കാണും സാർ. അത് കലക്കിയ. ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു ഗേൾ വിത്ത് ഓൾ ഹെർ അബായ ലെറ്റ് ബി ദ പബ്ലിക് പ്ലേസ് ദ മൊമെന്റ് ഹെൽഡ് മീ. എന്തോ സംഭവിച്ചെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഇവന്റ് ആയിരുന്നു. ഷീ സെറ്റ് മൈത്രി നിങ്ങളെ കാണാനാണ് വന്നതെന്ന് പറഞ്ഞു. നന്ദി പറയാൻ വന്നതാണെന്നും നിങ്ങൾ കാരണമാണ് 6,000 ഏൺ ചെയ്യാൻ കഴിഞ്ഞതെന്നും പറഞ്ഞു. ഗൂസ് ബംസ് ഉണ്ടാവുന്നില്ല. 6,000 ഏൺ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു. And she belongs to a vegetable vendor family. You know, for me, that day I felt like, yeah, Well ഇത് done. കറക്റ്റ് ആണ്, എനിക്ക് ഇനിയും ചെയ്യണമെന്ന് തോന്നുന്നു. വെൽ ഡൺ. Thank you, sir. Thank you, sir. നിങ്ങൾ നിങ്ങളുടെ ആസ്ക് എന്താണെന്ന് ഒരു തവണ പറയൂ. Sir, 1 crore rupees for 2.3% equity, which is a 42 crore valuation. മാഡം, ലാസ്റ്റ് വാല്യുവേഷൻ നിങ്ങൾ
എപ്പോഴാണ് സർ ചെയ്തത്? ലാസ്റ്റ് ഇയർ വെൻ വി റേസ് 2024 ഞങ്ങളുടെ പോസ്റ്റ് മണി വാല്യുവേഷൻ 2 crores ആയിരുന്നു. ഇങ്ങോട്ട് ഞങ്ങൾ വിളിക്കുന്നതിന് ജസ്റ്റ് മുമ്പേ ഒരു കോള് ക്ലോസ് ചെയ്തിരുന്നു വിത്ത് അവർ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻവെസ്റ്റർ മോർട്ടൻ മേഴ്സൺ. ടെക്സസിൽ അദ്ദേഹം ഒരു വലിയ സംഭവമാണ്. അദ്ദേഹം മാർക്ക് ക്യൂബനിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൈക്കിൾ ആൻഡ് ഡെൽ. മൈക്കിൾ ഡെല്ലിന്റെ മെന്റർ ആയിരുന്നു. C2NAHന്റെ ജനറൽ മോട്ടോഴ്സിലും ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ അതുകൊണ്ട് കുറച്ച് ഡിസ്കൗണ്ട് കൊടുത്തു ഓൺ ദിസ് കറന്റ് ഗ്രൗണ്ട്. സോ ഞങ്ങളുടെ ഇപ്പോഴത്തെ കറന്റ് ക്ലോസിംഗ് 3.5 million പോസ്റ്റ് മണി. അപ്പോ നിങ്ങൾ ഈ 33 എപ്പോഴാ ചെയ്തേ? ഇപ്പോഴോ? സർ ആ ഡീല് 2 മാസം മുമ്പേ ക്ലോസ് ചെയ്തു. അപ്പോ നിങ്ങൾ 2 മാസം കൊണ്ട് 10 കോടി ഉണ്ടാക്കിയോ? സർ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന് കുറച്ച് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കും അതേ ഡിസ്കൗണ്ട് തന്നുകൂടെ? ഞങ്ങളെ കുറിച്ച് എന്താ മനസ്സിലാക്കിയത്? ഞാൻ നിങ്ങൾക്ക് ഓഫർ തരുന്നു 1 crore for 6%. ഈ ഡീല് നിങ്ങൾക്ക് ഓക്കെ ആണോ? ഞാനൊന്ന് നോട്ട് ചെയ്യട്ടെ സർ. നോട്ട് ചെയ്യാൻ എന്താ ഉള്ളത്? ഹാൻഡ് ഷേക്ക് ചെയ്യൂ. എന്താ ഇതൊക്കെ? എനിക്ക് പ്രോഡക്റ്റിലും പിന്നെ കോൺസെപ്റ്റിലും വളരെയധികം വിശ്വാസമുണ്ട്. താങ്ക് യു. പക്ഷേ ഡെഫിനറ്റ്ലി 2 മാസം മുൻപ് സന്ദേശ് സാർ പറഞ്ഞതുപോലെ അതേ വാല്യുവേഷനിൽ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ 4 പേരും ഒരു 25 ലക്ഷം വീതം കോൺട്രിബ്യൂട്ട് ചെയ്ത. എന്നാ ശരി, ആ വാല്യുവേഷനിൽ ചെയ്തോളൂ. വേഗം ഹാൻഡ് ഷേക്ക് ചെയ്യൂ, അല്ലെങ്കിൽ ഓഫർ ഓഫ് ആകും കേട്ടോ. അയ്യോ, എന്താ സർ. സാർ അവരൊന്ന് ചിന്തിച്ചോട്ടെ സാർ. ആലോചിക്കാൻ കുറച്ച് അവർക്ക് സമയം ചിന്തിക്കാൻ തരൂ. കുറച്ച് നിങ്ങൾ സമയം. ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഞങ്ങൾ ഡീല് ഫിനിഷ് ചെയ്തു. ഒരുപക്ഷെ നമ്മൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ 1 കോടി. സോ 25 lakhs ഐ ക്യാൻ കമ്മിറ്റ് ഓൺ ദി സെയിം വാല്യുവേഷൻ. ഞാൻ 25 ചെയ്യാം. 25, ഐ വിൽ ബ്രിങ് ഇൻ 25, 15. 15. നിങ്ങൾ നിങ്ങളുടേത് ഫിക്സ് ചെയ്യൂ. അവർ പൂൾ അല്ല, ഉണ്ടാക്കാൻ 35 ശ്രമിക്കുകയാണ്. 35 ലാഖ് Okay, ആയില്ലേ okay, madam? okay, Okay. done. ഒരു 25, 25, 15, 25. Yes. 1 crore. Okay. And now because everybody is coming and it's an all titan deal, തീർച്ചയായിട്ടും വാല്യുവേഷൻ ഞങ്ങൾക്ക് ഇനിയും കുറച്ചേ മതിയാകും. സർ ഇപ്പോൾ അർജുൻ വൈദ്യ ഇതിന്റെ ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ്. All 4 will come. I think 4 ടൈറ്റൻസ് ഉണ്ട്. 4% തരും. Everybody is coming and it's all titan deals. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വാല്യുവേഷൻ ഇനിയും കുറയ്ക്കേണ്ടതായിട്ട് വരും. സർ ഇപ്പോൾ അർജുൻ വൈദ്യ ഇതിന്റെ ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ്. All 4 will come. I think 4 ടൈറ്റൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് 4% വെച്ച് തരും. ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് വരട്ടെ സർ. Absolutely, 1 absolutely. minute. അല്ല 2 minutes. Just 2 minutes. പ്ലീസ് തിങ്ക് ഗൈസ്. എന്താ ചെയ്യണ്ടേ? അറിയില്ല. എന്താ ചെയ്യണ്ടെന്ന് പിടികിട്ടുന്നല്ലേ? നല്ല സ്ട്രെസ്സും ഉണ്ട്. നിങ്ങളൊന്നും വിചാരിച്ച പോലെ അല്ലല്ലോ. ഞാൻ കരുതിയത് എന്റെ അമ്മയുടെയും മുത്തശ്ശിയുടെ അത്ര ആർക്കും ബാർഗൈൻ ചെയ്യാൻ അറിയില്ലെന്നാ. ഞാൻ 4% ഈക്വിറ്റിയാ ചോദിച്ചത്. അതിന്റെ വാല്യുവേഷൻ 25 കോടിയാണ്. ഈ ആന്റർപ്രണേഴ്സ് എല്ലാവർക്കും നല്ല നോളജ് ഉണ്ട്. ഓരോരുത്തർക്കും ഉണ്ട്. ഈ സെയിം വർക്ക് ഫോഴ്സ് ഹു ഈസ് ഗെറ്റിംഗ് എക്സ്പീരിയൻസ് ഹിയർ ആഫ്റ്റർ 5 years they will come out in the market. അവരൊക്കെ എക്സ്പീരിയൻസ്ഡ് വർക്ക് ഫോഴ്സ് ആയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുക. ഇത് നാടിന്റെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു ആപ്പാണ്. ഓക്കെ, സോ ബിഫോർ വി മൂവ് അഹെഡ്, എല്ലാവരുടെയും ഓഫേഴ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇഫ് വി ഡു ദിസ്, ഞങ്ങൾ ലാസ്റ്റ് ആയി ചെയ്ത ഡീൽ പോലെ തന്നെ 30% ഡിസ്കൗണ്ട് ഞങ്ങൾ തരാൻ തയ്യാറാ. നിങ്ങൾക്ക് ഞങ്ങൾ തരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? അത് മറ്റാരും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ആരാ നിൽക്കുന്നത്? അദ്ദേഹം ഫ്രീ ആയിട്ട് നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി മാറും. ബ്രാൻഡ് അംബാസിഡർ ആവോ? നോ ക്യാഷ്. അദ്ദേഹം ഫ്രീ ആയിട്ട് ചെയ്തു തരും. അങ്ങനെയാണെങ്കിൽ ഓക്കെ സാർ, എനിക്ക് ഐഡിയ ബാസ് എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്. ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങൾ എനിക്ക് മുന്നിൽ വെച്ച ഓഫർ, ഞാൻ ഓഫർ എന്തായാലും സ്വീകരിക്കാം. അല്ല, ഇവരുടെ വാല്യുവേഷൻ എന്തായിരുന്നു അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. സർ സാർ ഒന്ന് ഓക്കെ പറയൂ സാർ. ഡിസ്കൗണ്ട് കിട്ടിയില്ലേ സാർ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ പറയൂ സാറേ. ഇദ്ദേഹത്തെ ഞങ്ങളല്ലേ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? പ്ലീസ് സർ. വാ സാറേ, ഹാൻഡ് ഷേക്ക് ചെയ്യ് സാറേ, വാ. ഇപ്പൊ നമ്മളെല്ലാം ഒരു ടീം ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഹാൻഡ് ഷേക്ക് ചെയ്യാം. ഓക്കെ, ശരി 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 ശരി. Congratulations. Thank you. Thank you so much, sir. Thank you so Welcome. much. Thank you so much. Thank you, Nice. madam. Thank you, sir. നന്നായി ചെയ്തു. Thank you so Thank much. you, sir. Congratulations. Looking forward to Pleasure. work with every. Thank you, Thank sir. you, sir. Thank you. Thank you so much. Good concept and Thank you, knowledge sir. level is amazing. Thank you so much. Thank you. Okay. Thank you. Thank you.